ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നമില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി എന്ത് തന്നെയായാലും ഗസയ്ക്കുള്ളിൽ ശക്തമായ സൈനിക സാന്നിധ്യമായി ഇസ്രായേൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നീക്കം കൂടുതൽ പ്രതിസന്ധിയിലായി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഫലസ്തീനി കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ഫലസ്തീൻ വസതികൾ ഇസ്രായേൽ തകർത്തു. ഇറാൻ നടത്തുന്ന ഏതൊരു നീക്കവും ശക്തമായി നേരിടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. ഗസയിലേക്കുള്ള സഹായം വിലക്കി വീണ്ടും ഇസ്രായേൽ. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, അല്ലെങ്കിൽ തന്നെ ഈ ആദ്യഘട്ട വെടിനിർത്തലൊക്കെ വെറുതെ ഒരു വാക്കുപോലെ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിശക്തമായ ആക്രമണം ഇപ്പോഴും ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി വരുന്നത്. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യമില്ല എന്നുള്ളൊരു പ്രതികരണം പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയല്ലേ ചെയ്യുക? അമൃത, തീർച്ചയായിട്ടും. കാരണം ഈ മാസം 29-ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച നടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള നേരത്തെ പ്രഖ്യാപിച്ച 20-ദിന പദ്ധതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രതികരണവുമായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നടന്ന ജൂത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കുകയാണ്. ഇസ്രായേൽ ഒരു നിലയ്ക്കും ഗസയിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. കാരണം ഗസയുടെ ഏറ്റവും ഉള്ളിൽ പോലും എത്തിച്ചേരാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. വടക്കൻ ഗസയിലും അതോടൊപ്പം തന്നെ റഫ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇസ്രായേൽ സൈനിക സാന്നിധ്യമുണ്ട്. ആ സൈനിക സാന്നിധ്യം വളരെ ശക്തമായി തന്നെ ഗസയിൽ തുടരും. ആ സൈനിക സാന്നിധ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. അതുമാത്രമല്ല, സ്ഥിരം സ്വഭാവത്തിലുള്ള സൈനിക സംവിധാനം ഗസയിൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് അന്തർദേശീയ സൈന്യത്തെ വിന്യസിച്ചാൽ പോലും ഇസ്രായേലി സൈനിക സാന്നിധ്യവും അതിൻ്റെതായിട്ടുള്ള സ്വാധീനവും തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ഗസയിൽ ഉണ്ടാവുക. അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടും പ്രതികരണവുമാണ് ഇസ്രായേൽ കാറ്റ്സ് നടത്തിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ വലിയ തോതിൽ അമേരിക്കയെയും ഞെട്ടിച്ചു എന്നാണ് അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തോട് ആരാഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പദ്ധതിയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായിട്ട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം നടക്കുകയും അവിടെ അന്തർദേശീയ സൈന്യം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായിട്ടും ഗസ വിടും എന്ന ഒരു ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2 മാസം മുമ്പ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ആ വെടിനിർത്തലിനെ പോലും ചോദ്യം ചെയ്യുന്ന, അതിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം 29-ന് നടക്കുന്ന വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ചയിൽ ബെന്യാമിൻ നെതന്യാഹുവുമായിട്ട് അമേരിക്ക ഇക്കാര്യത്തിൽ തന്നെ ആയിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അമൃത, ഇസ്രായേലിന്റെ ഈ ഒരു നിലപാടിനെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നാസർ? അതുപോലെ തന്നെ ഹമാസ് ഇതിന് എന്തെങ്കിലും മറുപടിയോ മറ്റോ നൽകിയിട്ടുണ്ടോ? അവിടുന്ന് അല്പം മുമ്പാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഹമാസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഹമാസ് തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇസ്രായേൽ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഗസയിൽ അവസാനിപ്പിക്കണം, അല്ലാതെ ഉള്ള ഒരു ഒത്തുതീർപ്പിനോടും തങ്ങളില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ ഒക്ടോബർ 10 മുതൽ ഈ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതുപോലും. കാരണം 2 വർഷം നീണ്ട ഒരു കൊടിയ യുദ്ധത്തിന്റെ വിരാമം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇരുപക്ഷവും എത്തിച്ചേർന്നത്. അതിൽ ഹമാസ് എടുത്ത പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം എന്നത് തന്നെയായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അത് പ്രായോഗികമല്ല. രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും തങ്ങളുടെ പ്രധാന അജണ്ടയിൽ അക്കാര്യം വരുമെന്നായിരുന്നു മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന അമേരിക്കയും ഹമാസിന് ഉറപ്പ് നൽകിയത്. അതാണിപ്പോൾ പ്രകടമായി തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്നത്. സ്ഥിരം സ്വഭാവത്തിലുള്ള സൈനിക യൂണിറ്റുകൾ, ബാരക്കുകൾ ഗസയിൽ, പ്രത്യേകിച്ചും വടക്കൻ ഗസയിലും മറ്റും നിലയുറപ്പിക്കും. അത് ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ്. ആ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഇസ്രായേൽ എന്ന രാജ്യം തയ്യാറല്ല എന്നും കൂടി മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അറബ് മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഫലസ്തീൻ കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളവും ഹമാസിനെ സംബന്ധിച്ചിടത്തോളവും ഇനി അങ്ങോട്ട് ഏതർത്ഥത്തിലായിരിക്കും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്
കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള എതിർപ്പ് ഈ കൂട്ടായ്മകളൊക്കെയും പ്രകടിപ്പിക്കും. അക്കാര്യത്തിൽ അമേരിക്ക നൽകിയിരിക്കുന്ന ഉറപ്പുകൾ പോലും ലംഘിക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള തുടർ ചർച്ചകളെ അത് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അമൃത.